ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കുന്ന ടൈമിൽ അയണും ഫൈബറൊക്കെ കൂടുതൽ അടങ്ങിയ ഫുഡ് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കുക എന്ന് നോക്കാം. അതിനായി ഞാൻ കുറച്ച് റാഗി എടുത്തിട്ടുണ്ട്. അത് നല്ലവണ്ണം വെള്ളത്തിൽ കഴുകി ഒരു 4-5 വട്ടം കഴുകി ക്ലിയർ വെള്ളമാകുന്നവരെ ഞാനത് കഴുകി വൃത്തിയാക്കി. അതിനുശേഷം ഒരു ദിവസം നൈറ്റ് ഫുള്ളായിട്ട് ഈ റാഗി കുതിർക്കാൻ വെക്കുകയാണ്. അതിനു വേണ്ടി അത് മാറ്റി വയ്ക്കാം. ഒരു ദിവസം കുതിർക്കാനായിട്ട് മാറ്റി വെച്ചു. പിറ്റേ ദിവസം രാവിലെ ഈ വെള്ളമൊക്കെ കളഞ്ഞ് വെള്ളം മുഴുവനായിട്ട് വാർത്തതിന് ശേഷം ഒരു തുണിയിൽ കെട്ടി നമ്മളത് മാറ്റി വയ്ക്കണം. കോറ മുളയ്ക്കാൻ വേണ്ടിയിട്ട് 2 ദിവസമൊക്കെ എടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് കെട്ടിയതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ വെച്ച് മൂടി വെച്ച് അതിന് മാറ്റി വെച്ച് 2 ദിവസം വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി. വലിയ മുളയൊന്നും വന്നിട്ടില്ല, ചെറുതായിട്ട് മുള വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൂടി വീണ്ടും ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്തു. രണ്ടാമത്തെ ദിവസത്തേക്ക് നല്ല പോലെ മുള വന്നിട്ടുണ്ട്. തുണിയുടെ പുറകിലേക്ക് നല്ല പോലെ വേര് ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ല നീളത്തിൽ തന്നെ. ഉള്ളിലാണെങ്കിലും നല്ല പോലെ മുള വന്നിട്ടുണ്ട്. എല്ലാ കോഴയും നല്ല പോലെ മുളച്ചിട്ടുണ്ട്. നല്ല പോലെ വേര് വന്നിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം, നമുക്ക് എടുക്കുമ്പോൾ തന്നെ നല്ല വേര് പിടിച്ചിട്ടുണ്ട്. അപ്പം മോനും കൂടി അത് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവനും കൂടി അത് പറിച്ചെടുക്കുമായിരുന്നു. ഇത് നമ്മൾക്കിനി ഉണക്കിയെടുക്കണം. നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ ഒരൊറ്റ ദിവസം തന്നെ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും. അങ്ങനെ അത് ഉണങ്ങാൻ വെച്ചു. നല്ലപോലെ തന്നെ വെയിലുള്ള ദിവസമായിരുന്നു. അപ്പം നല്ലപോലെ പരത്തി അതിനെ നമ്മൾ ഉണങ്ങാൻ വെച്ചു. വൈകുന്നേരത്തേക്ക് തന്നെ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ നല്ലപോലെ ഉണങ്ങി. നമ്മൾ ജസ്റ്റ് കൈയും കൊണ്ടാക്കുമ്പോൾ തന്നെ ആ മുള വന്നൊക്കെ നന്നായി പൊടിഞ്ഞ് പോകേണ്ട രൂപത്തിലായിട്ടുണ്ട്. ഇനി അതിന് നമ്മൾ ഫൈൻ പൗഡറായിട്ട് അതിനെ പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ മിക്സിയിലിട്ട് നല്ല ഫൈൻ പൗഡർ പോലെ പൊടിച്ചെടുത്തു. ഞാൻ ജസ്റ്റ് ഒന്ന് അത് അരിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ചതിന് ശേഷം തരിതരിപ്പ് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് ആകെ ഇത്ര ക്വാണ്ടിറ്റി പൊടിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാനൊരു 4 നാഴിയോളം ഇട്ടിട്ടുണ്ടായിരുന്നു റാഗി. അതിൽ നിന്ന് 2 സ്പൂൺ എടുത്ത് ഞാൻ കുറുക്കുണ്ടാക്കി. മധുരത്തിന് ഇത്തിരി പനങ്കൽക്കണ്ട് ആഡ് ചെയ്തു. എനിക്ക് കുറുക്ക് ഇത്തിരി ലൂസ് സ്ട്രെച്ചറിലാണ് കിട്ടിയത്, അതുകൊണ്ട് ബോട്ടിലാക്കി. കുഞ്ഞത് കഴിക്കുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കഴിക്കുന്നുണ്ടായിരുന്നു. സാധാ കുറുക്കിനെ വെച്ചിട്ടൊരു ഫ്ലേവർ ഉണ്ട് ഇത് കൊടുക്കുമ്പോൾ. എല്ലാ ഡോക്ടേഴ്സും ഇപ്പോൾ മുളപ്പിച്ച് കൊടുക്കാനാണ് പറയുന്നത്. സോ ഞാനും അത് ട്രൈ ചെയ്തു. നിങ്ങളും ട്രൈ ചെയ്യൂ. ഫീഡ്ബാക്ക് അറിയിക്കൂ.